ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് അല്ലേ? ഓർമ്മ ഉണ്ടാവുമല്ലോ, രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടതല്ലേ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ നമ്മൾ പഠിച്ചു അല്ലേ? ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും പിന്നെ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാലും പിന്നെ പ്രധാന കൃതിയായിരുന്നു തുഹഫത്തുൽ മുവാഹിദീൻ അല്ലേ? തുഹഫത്തുൽ മുവാഹിദീൻ. ഇതൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ്. നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലെ? ബ്രഹ്മസമാജം എപ്പോഴാണ് സ്ഥാപിച്ചത്? 1828 അല്ലേ? 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828. ഓക്കെ, 1828 എപ്പോഴാണ്? 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിച്ചു. ആദ്യം അത് ബ്രഹ്മസഭയായിരുന്നു, നമ്മൾ പഠിച്ചൂലേ? അത് ബ്രഹ്മസമാജമായി മാറിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1830. 1830 ബ്രഹ്മസമാജം ബ്രഹ്മസഭയായി മാറിയത്. 1830. എപ്പോഴാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്? അത് 1825. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. ആത്മീയ സഭ സ്ഥാപിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1815. 1815 ആത്മീയ സഭ സ്ഥാപിച്ചത്. നമ്മളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, ആത്മീയ സഭ 1815. ഓക്കെ, 1815 ആത്മീയ സഭ. 1817 എന്താണ്? 1817 കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് 1817 അല്ലെ? 1817 കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത്. ഇത്ര പോയിന്റ്സ് രാജാറാം മോഹൻ റോയ് ആയിട്ട് ക്ലിയർ അല്ലേ? പിന്നെ ദാദാഭായ് നവറോജി ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദാദാഭായ് നവറോജി എന്താണ്? ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് അല്ലെ? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നും ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ് അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. എല്ലാ ഭാഗങ്ങളും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ? എല്ലാതും നല്ല രീതിയിൽ തന്നെ പഠിക്കട്ടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ പോരാ, എല്ലാതും പഠിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് പോകാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ച ഭാഗങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആക്കി വെക്കുക. അതിനുശേഷം നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി. നമുക്ക് എപ്പോഴും തോന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോഴും നമുക്കുള്ള ടെൻഷൻ എന്താ വെച്ചാൽ, ഞാൻ ഈ കാര്യം പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എനിക്ക് വേഗം ഈ കാര്യം പഠിക്കണം. അപ്പോൾ നമ്മൾ എന്ത് വിട്ടുപോകും? റിവിഷൻ വിട്ടുപോകും. റിവിഷന് നല്ല രീതിയിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നിങ്ങൾ റിവിഷനായി മാറ്റി വെക്കണം. എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്ത് പോകണം. പറ്റുന്ന അത്രയും PYQ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഏത് ഭാഗമാണ് പഠിക്കാത്തത് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ അതിന് വേവലാതിപ്പെടാതെ ഈ പഠിച്ച ഭാഗങ്ങൾ പെർഫെക്റ്റ് ആക്കി പോയാൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അറിയാത്ത പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷനിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഈ ഓപ്ഷനിലുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടാവും. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി വെക്കുക. ജസ്റ്റ് പഠിച്ചു എന്ന് തോന്നിയാൽ പോരാ, പെർഫെക്റ്റ് ആക്കി വെക്കുക. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മൾ ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് ജസ്റ്റ് ഒന്ന് പോസിറ്റീവ് ആവും. ആവശ്യമില്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് അത് അല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നെയും പഠിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരം പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാവും പഠിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾക്ക് ഫോൾട്ട് വരുന്നതെന്നും ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് മാർക്ക് പോകുന്നതെന്നൊക്കെ നന്നായിട്ട് അറിയുന്നത് നിങ്ങൾക്കാണ്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഭാഗം പഠിക്കരുന്നല്ല, ഈ ഭാഗം പഠിച്ചത് റിവൈസ് ചെയ്ത് പോവുക. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ ഒരുപാടുണ്ട്, അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ അപ്പോഴും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവണം. അത് വിട്ട് കളഞ്ഞിട്ട് ആവരുത് നിങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മുടെ സമയം നമ്മൾ വെറുതെ ചിലപ്പോൾ വേസ്റ്റ് ആക്കി കളഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മളെ തന്നെ തോന്നിപ്പിക്കും. അത് ജസ്റ്റ് ഒരു ഫേക്കിംഗ് ആണല്ലേ? നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാവും, ചിലർക്ക് ജോഗ്രഫി ഭയങ്കര ഇഷ്ടമാവും, ഇംഗ്ലീഷും മാത്സും ഒക്കെ ഭയങ്കര വെറുപ്പാവും അല്ലേ? പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹിസ്റ്ററിയും ജോഗ്രഫിയും തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നുള്ള മാർക്ക് മാത്രം പോരല്ലോ. നമുക്ക് നല്ലൊരു റാങ്ക് മേടിക്കണമെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള മാർക്കും നമുക്ക് കിട്ടണം. നമ്മൾ ഒരു ഭാഗവും വിട്ട് കളയരുത്. ഈ ഭാഗം വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഈ മാർക്ക് ഇപ്പുറത്ത് സ്കോർ ചെയ്യാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെറും മണ്ടത്തരാണ്. അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഓരോ ഭാഗവും പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഇംഗ്ലീഷും മലയാളമൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടാൻ പറ്റും. ഓക്കെ, ഇംഗ്ലീഷിൽ 10 മാർക്ക് നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് നിങ്ങൾ ഏറ്റവും കൂടുതൽ PYQ അറ്റൻഡ് ചെയ്താൽ മതി.
ഇനി ഇത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നത്രയും നിങ്ങൾ PYQ അറ്റൻഡ് ചെയ്ത് നോക്ക്. ഓക്കെ, ഇംഗ്ലീഷ് നല്ല രീതിയിൽ PYQ അറ്റൻഡ് ചെയ്താൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 10ൽ എങ്ങനെയും ഒരു 8 മാർക്ക് നിങ്ങൾ PYQ അറ്റൻഡ് ചെയ്ത് മാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഫേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിനെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നുണ്ട്, സംഭവം ശരിയാണ്, പഠിക്കുന്നത് ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാവും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ നമ്മുടെ മനസ്സിനെ ഫേക്ക് ചെയ്ത് പിന്നെ എക്സാം എഴുതി കഴിഞ്ഞ് നമുക്കത് മനസ്സിലാവും, ഞാൻ ഈ സമയം കൂടി അത് പഠിച്ചാൽ മതിയായിരുന്നു. ഒക്കെ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തോന്നുന്നത്. അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമല്ല, നമുക്കാണ് നമ്മളെ നന്നായിട്ട് അറിയാം. മറ്റുള്ളവർക്ക് അറിയുന്ന പോലെയല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും, നമ്മൾ ഏത് രീതിയിൽ പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, എന്തിനായി പഠിക്കുന്നു, എത്ര മാർക്ക് ഇതിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും ഒക്കെ നമുക്കറിയാം. അപ്പോൾ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ തന്നെ അറിയാത്ത ഭാഗങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പലരും വിട്ട് കളയുന്നുണ്ട് ഇംഗ്ലീഷ് മാത്സ്. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇംഗ്ലീഷ് മാത്സ് മലയാളം പോലുള്ളവ പലരും വിട്ട്, അതിൽ മലയാളം പലർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല, ഇംഗ്ലീഷും മാത്സും ആണ് പലർക്കും ബുദ്ധിമുട്ടുള്ളത്. മെസ്സേജുകൾ വരുമ്പോഴൊക്കെ അവർ പറയുന്നത് ഇംഗ്ലീഷിലും മാത്സിലും കുറച്ചൊരു ഫോൾട്ട് പറ്റുന്നുണ്ട്, എന്ത് ചെയ്യും സാറേ? നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, മാത്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. മാത്സിൽ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ദിവസവും 10-20 മിനിറ്റ് വെറുതെ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. വെറുതെ ഇരുന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളല്ല, ഓരോ ചോദ്യങ്ങൾ കാണുമ്പോൾ അത് പറ്റുന്ന അത്രയും വർക്കൗട്ട് ചെയ്യുക, പിന്നെയും അത് വർക്കൗട്ട് ചെയ്യുക, പിന്നെ അടുത്ത ഭാഗം വർക്കൗട്ട് ചെയ്യുക, പിന്നെ ആഴ്ചയിൽ അവസാനം ഇത്ര ദിവസം ഏതാണോ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വട്ടം കൂടി വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവും, നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗം, ഏതൊക്കെ സ്റ്റെപ്സ് എവിടെയൊക്കെ കൊടുക്കണം നിങ്ങൾക്ക് മാത്സിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾ PYQ അറ്റൻഡ് ചെയ്യുക. പറ്റുന്ന അത്രയും PYQ വായിച്ച് പോയി കഴിഞ്ഞാൽ ആ PYQ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവും. അതേ ചോദ്യം പിന്നെയും വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇതല്ലേ വരേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം നിങ്ങളെ പറ്റിച്ചുകൊണ്ട് കളയാതിരിക്കുക. പലരും പഠിക്കുന്നില്ല, അവരാരും പറ്റിച്ചുകൊണ്ടല്ല, അവർ സ്വയം പറ്റിച്ചുകൊണ്ടല്ല, അവർ പഠിക്കുന്നില്ല എന്ന് അവർക്കറിയാം. പക്ഷെ പഠിക്കുന്ന ആളുകൾ പലരും അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകരുത്. ഓക്കെ, അറിയുന്ന കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വെക്കുക. അതിലുപരി ആ കാര്യങ്ങൾ തന്നെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. പഠിച്ച ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആക്കി അവിടെ മാറ്റി വെക്കുക, പിന്നെയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ ഫോൾട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫോൾട്ട് നിങ്ങൾക്കേ അറിയാൻ പറ്റും. ആ ഫോൾട്ടുകൾ കണ്ടുപിടിക്കുക, ഏത് ഭാഗത്ത് നിന്നാണ് എപ്പോഴും മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ടീച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ ഈ ക്ലാസ് എടുത്ത് തരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുക 60% മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കാനാണ്. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റൂ. ബാക്കി 40% നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്, അല്ലേ? അപ്പോൾ ആ 40% നിങ്ങളും കൂടി പെർഫെക്റ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഭാഗം കൂടി നിങ്ങളൊന്ന് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ 100% നിങ്ങൾ സക്സസ് ആവും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കി പോവുക. പഠിക്കുന്നുണ്ട് നമുക്കൊന്ന് തോന്നിയാൽ പോരാ. ഓക്കെ, പഠിക്കണം, നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. ഏതൊക്കെ ഭാഗമാണ് ഫോൾട്ട് വരുന്നത് ആ ഫോൾട്ടിനെ ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് ഈ ഫോൾട്ട് വരുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ മാത്സ് ഒക്കെ പലർക്കും വെറുപ്പാണ്, പഠിക്കാൻ തന്നെ വെറുപ്പാണ്. ആ ഭാഗത്തിന് നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ട് നോക്കുക. ഈ മാത്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങും. പക്ഷേ ഇത് ചെയ്യൽ നിർത്തി കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഇന്നിപ്പോൾ മാത്സ് തുടങ്ങണ്ടേ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഫോൾട്ട് പറ്റും. നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ തോന്നൂല. പക്ഷേ നമ്മളത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ നിങ്ങൾ ദിവസവും 10-20 മിനിറ്റ് മാത്സിനായിട്ട് മാറ്റി വെക്കുക. ഇംഗ്ലീഷ് പറ്റുന്ന അത്രയും PYQ അറ്റൻഡ് ചെയ്യുക കേട്ടോ. PYQ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്താൽ തന്നെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ PYQ മാത്രം പഠിച്ചാൽ പോരാ, അല്ലാതെ പഠിക്കുന്നവരാണെങ്കിൽ, മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ പഠിക്കുക. PYQ മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്. ഇത് മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലാവാത്തവരാണെങ്കിൽ പറ്റുന്ന അത്രയും PYQ അറ്റൻഡ് ചെയ്യുക. വിട്ട് കളയല്ല ചെയ്യേണ്ടത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ വിട്ട് കളയുന്നതിന് പകരം PYQ എങ്കിലും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, വിട്ട് കളയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാത്തവർ ടോപ്പിക് വൈസ് തന്നെ ഓരോന്നായിട്ട് കവർ ചെയ്ത് പോവുക കേട്ടോ. ഓരോ ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ടോപ്പിക് വൈസ് നല്ല രീതിയിൽ കവർ ചെയ്ത് പോവുക. അപ്പോൾ പറഞ്ഞതുപോലെ പഠിക്കുക. നിങ്ങൾ പറ്റിക്കരുത്, അതാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളെ തന്നെ പറ്റിക്കുന്നത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. പലരും ഇത് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ പലർക്കും ഇതുള്ളിൽ ആലോചിച്ചപ്പോൾ ശരിയാവും. കാരണം എന്താണ്, ഞാൻ എന്നെ തന്നെ പറ്റിക്കുന്നുണ്ട്. ഞാൻ കാരണം പഠിച്ച ഭാഗങ്ങൾ തന്നെയാണ്, പഠിക്കാൻ എളുപ്പമുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഞാൻ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കിട്ടാത്ത ഭാഗങ്ങൾ ഞാൻ വിട്ട് കളയാണ്. അതെനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വിട്ട് കളഞ്ഞാണ്. നിങ്ങൾ ഈ വിട്ട് കളഞ്ഞ ഭാഗം കൂടി പെർഫെക്റ്റ് ആക്കിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടില്ലേ? കാരണം ബാക്കി ഭാഗം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര വിശ്വാസം ആ ഭാഗങ്ങളോട്. ഈ ഭാഗം പഠിച്ചാൽ മതി, ഈ ഭാഗത്ത് നിന്ന് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്. ഈ പെർഫെക്റ്റ് അല്ലാത്ത ഭാഗം കൂടി ഒന്ന് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയില്ലേ? അപ്പോൾ നല്ലൊരു റാങ്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പഠിക്കുക. ഈ അറിയുന്ന ഭാഗങ്ങൾ തന്നെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കാതെ അറിയുന്ന ഭാഗങ്ങളെ പെർഫെക്റ്റ് ആക്കി വെക്കുക എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ കൂടുതൽ ഭാഗങ്ങൾ പഠിക്കുക. കൂടുതൽ ഭാഗങ്ങൾ ഫോൾട്ട് വരുന്ന ഭാഗങ്ങൾ പലർക്കും അറിയാം. മാത്സ് ആണോ ഇംഗ്ലീഷ് ആണോ അതൊക്കെ പലർക്കും അറിയാം. ചിലർക്ക് ജോഗ്രഫി ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് സയൻസ് ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമല്ലാത്ത ഭാഗങ്ങൾ പിന്നെയും പഠിച്ചത് ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഈ ഇഷ്ടമല്ലാത്ത ഭാഗങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അതാവും. കാരണം ഇഷ്ടമല്ലാത്ത ഭാഗത്തിനെ ഞാൻ പഠിച്ചെടുത്തല്ലോ, അപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നില്ലേ? അപ്പോൾ പറ്റുന്ന അത്രയും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ജ്ഞാനപീഠം ലഭിച്ച മലയാളികളിൽ പെടാത്തത് ആര്? നമ്മൾ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയൊരു കാര്യമാണ് അല്ലേ ജ്ഞാനപീഠം.
ആർക്കൊക്കെയാണ് ജ്ഞാനപീഠം ലഭിച്ചത് ഓർമ്മ ഉണ്ടോ? 1965 കൊടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞു. ഇതിൽ അക്കിത്തം ഓപ്ഷനിൽ ആരൊക്കെ ഉണ്ട്? അക്കിത്തം, ONV വള്ളത്തോൾ, G ശങ്കരക്കുറുപ്പ്. അക്കിത്തം, ONV വള്ളത്തോൾ, G ശങ്കരക്കുറുപ്പ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ റിപ്പീറ്റ് ചെയ്തൊരു കാര്യമല്ലേ, നല്ല രീതിയിൽ കിട്ടുന്നുണ്ടാവുമല്ലോ. ഇതിൽ ആർക്കാണ് കിട്ടാത്തത്? ജ്ഞാനപീഠവുമായി ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ഇവിടെ അല്ലേ? ആരാണ് അത്? വള്ളത്തോളാണ് അല്ലേ? വള്ളത്തോൾ അല്ലേ? കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ വള്ളത്തോളാണ് അല്ലേ? വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. കേരള കാളിദാസൻ ആരാ? കേരള കാളിദാസൻ വലിയ കോയി തമ്പുരാനല്ലേ? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. കേരള വ്യാസൻ ആരാ? കേരള വ്യാസൻ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അല്ലേ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ. ഇബ്സൻ ആരാന്ന് ചോദിച്ചാൽ N കൃഷ്ണപിള്ളയാണ്. എല്ലാം ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ഓർമ്മ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ജ്ഞാനപീഠമാണ് പഠിച്ചത്. ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയ വർഷം എപ്പോഴാണ്? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയ ആരാണ്? വള്ളത്തോളാണ്. ബന്ധമില്ലാത്തതിലെ വള്ളത്തോളിന് ജ്ഞാനപീഠം ലഭിച്ചിട്ടില്ല. ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കൊക്കെയാണ്? 1965 കൊടുത്തു തുടങ്ങി. ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയ വർഷമാണ് 1965. ആദ്യമായിട്ട് ഒരു മലയാളിക്ക് ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ആരാണ് അത്? G ശങ്കരക്കുറുപ്പ് അല്ലേ? G ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായി ലഭിച്ചത്. 1965 വർഷം സെറ്റാക്കി വെക്കണം. 1965 G ശങ്കരക്കുറുപ്പിനാണ് ലഭിച്ചത്. ഞാൻ പറയുന്ന വർഷങ്ങളൊക്കെ പെർഫെക്റ്റ് ആക്കി തന്നെ പഠിച്ചിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ടീച്ചിങ്, ഈ ഓൺലൈൻ ടീച്ചിങ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ഫോൾട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 1965 എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേറെ ആരുടെ അറ്റൻഷൻ ഇവിടെ കിട്ടുന്നില്ല. ഞങ്ങൾ ഈ ക്യാമറയിലേക്ക് മാത്രം നോക്കി, ഞങ്ങളും ഈ ക്യാമറ, ഞങ്ങൾ ഒറ്റക്കാണ്, പിന്നെ ആരുമില്ല ഇവിടെ. മറ്റേ ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ആ സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഇതിൽ ഞങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, ഞങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇടയിൽ ഞങ്ങൾക്ക് ഒരു ഫോൾട്ട് പറ്റും. ഈ 1965 എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ പുറത്ത് വന്നത് 1995 എന്നാവും. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ നമുക്കൊരു ഫോൾട്ട് പറ്റി 1741 കുളച്ചൽ യുദ്ധം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു 1740 എന്ന്. എൻ്റെ മനസ്സിൽ 41 ഉണ്ട്. അത്ര തവണ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് 1741 കുളച്ചൽ യുദ്ധം, 1721 ആറ്റിങ്ങൽ കലാപം, 1723 വേണാട് ഉടമ്പടി, 1697 അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം 1721. അങ്ങനെ ഓരോ ഭാഗങ്ങളും നന്നായിട്ട് അറിയാം. പക്ഷേ ആ ഭാഗം ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ആവില്ല, ചിലപ്പോൾ പുറത്തേക്ക് വരിക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടും കേട്ടോ. ഞാൻ കുളച്ചൽ യുദ്ധത്തിൻ്റെ ആ ക്ലാസ്സിൽ മിസ്റ്റേക്ക് വന്നപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ മാത്രമല്ല, ഓരോ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാർക്കും പറ്റുന്നൊരു ഫോൾട്ടാണ്. ഞങ്ങൾ പറയുന്നത് ചിലപ്പോൾ പുറത്തേക്ക് വരില്ല. കാരണം ഒരുപാട് സമയം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൺട്രോളിൽ നിൽക്കാണ്ടാവും മൈൻഡ്. ചിലപ്പോൾ മൈൻഡ് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരാറില്ലേ? പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു 20 മിനിറ്റാണ് ഒരു മനുഷ്യനും ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയം. കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് പോലും അറിയില്ല. ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ലേ? കാരണം അത്ര സമയം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു സാധാരണ മനുഷ്യന് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവർക്ക് വരുന്ന ഒരു ഫോൾട്ടാണ് ഇത്. ഞങ്ങൾക്ക് ഇത് വരാറുണ്ട്, ഒരുപാട് ആളുകൾക്ക് വരാറുണ്ട്. പലരും ഇത് ചാനലിലൂടെ തന്നെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ഫോൾട്ട് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിലിടും. 1741 കുളച്ചൽ യുദ്ധം, 40 ഞാൻ അറിയാതെ പറഞ്ഞു പോയി. പക്ഷേ ഞാൻ പറയുമ്പോൾ എനിക്ക് ശരിയാണെന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മനസ്സിൽ 41 വന്നിട്ടുണ്ടാവും, പുറത്ത് വന്നത് അതാവില്ല. ഓക്കെ, അപ്പോൾ ബ്രെയിന് ഒരു സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കിംഗ് നിൽക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ വാക്ക് ചിലപ്പോൾ തെറ്റി മാറിപ്പോവും. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് അവിടെ ഞാൻ ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞാൽ അതൊരു ഫോൾട്ടാണ്. അത് കാരണം അതങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഞാൻ രാജാറാം മോഹൻ റോയ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്നാവും. എനിക്ക് വരുന്നൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും തവണ റിപ്പീറ്റ് ചെയ്യും. അത് ഏതെങ്കിലും ഒരു തവണ 16 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണ ചിലപ്പോൾ പേര് മാറി പറഞ്ഞു പോയിട്ടുണ്ടാവും. അത് ഞാൻ മൈൻഡിൽ ഉദ്ദേശിച്ചതല്ല, ചിലപ്പോൾ പുറത്തേക്ക് വരും. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഫോൾട്ടാണ്. അപ്പോൾ ഏത് ഓൺലൈൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും പറ്റുന്ന അത്രയും കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും ക്വസ്റ്റിനെ നേരെ മാറ്റി പറഞ്ഞു തന്നിട്ടുണ്ടോ, അത് ചിലപ്പോൾ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ മാറിയിട്ടുണ്ടോ എന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്യലോ. എനിക്കും ഫോൾട്ടുകൾ പറ്റും. ഞാൻ എൻ്റെ ഫോൾട്ട് സമ്മതിക്കുകയാണ്, എനിക്ക് എന്തായാലും അങ്ങനത്തെ ഫോൾട്ടുകൾ പറ്റും. കാരണം ഒരുപാട് സമയം തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിന് എല്ലാ ടൈമും നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. ബ്രെയിന് ചിലപ്പോൾ നിന്നിട്ട് തന്നെ ആക്ടിവേറ്റ് ആയി, നമ്മുടെ മനസ്സ് തന്നെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ നേരെ പറഞ്ഞു തരാം, എല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ 1965 G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത്. ആദ്യത്തെ മലയാളിയാണ് G ശങ്കരക്കുറുപ്പ്. ആദ്യം ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാന്ന് ചോദിച്ചാൽ G ശങ്കരക്കുറുപ്പാണ്. അത് കഴിഞ്ഞിട്ട് ആർക്കാ ലഭിച്ചത്? 1980 1980
1980 ആർക്കാണ് ലഭിച്ചത്? ആദ്യമായിട്ട് നോവലിന് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടാണ് അല്ലേ. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടാണ്. കോഴിക്കോടിന്റെ കഥാകാരൻ ആരാണ്? SK പൊറ്റക്കാട്. അത് കണക്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, അതൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഒരു ദേശത്തിന്റെ കഥക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. എന്നാൽ ഒരു തെരുവിന്റെ കഥ അദ്ദേഹത്തിന്റെ കൃതിയാണ്, പലർക്കും അറിയുന്ന കാര്യമാണ്. ഒരു തെരുവിന്റെ കഥ, അതിൽ ആ തെരുവ് ഏതാണ്? മിഠായി തെരുവ്. കേരളത്തിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മിഠായി തെരുവ് കോഴിക്കോടാണ് അല്ലേ. പാട്ടൊക്കെ ഉള്ളതല്ലേ, മിഠായി തെരുവ് ഒരു ബീവി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ മിഠായി തെരുവ് എവിടെയാണ്? കോഴിക്കോടാണ്. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കോഴിക്കോടിന്റെ കഥാകാരനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 1965 കഴിഞ്ഞു, 1965, 1980, 1984 അടുത്തത് ലഭിച്ചത് ആർക്കാണ്? തകഴിക്കാണ് ലഭിച്ചത്. 1984 തകഴിക്കാണ് ലഭിച്ചത്. അപ്പൊ അത് കിട്ടിയല്ലോ, 1984 വരെ കിട്ടിയല്ലോ. അപ്പൊ 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 ആർക്കാണ്? തകഴി. ഓക്കെ, 1984 തകഴി. ഇനി അടുത്തത് ആർക്ക് ലഭിച്ചു? 1995 1995 ആർക്കാണ് ലഭിച്ചത്? 1995 ആർക്കാണ്? MT ക്കാണ് ലഭിച്ചത് അല്ലെ. MT എന്താണ്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് MT ആണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന കവി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? MT ആണ്. നിളയുടെ കഥാകാരൻ MT. നിളയുടെ കവി ആരാണ്? നിളയുടെ കഥാകാരൻ MT ആണ്. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായരാണ്. അപ്പൊ 1995 ആർക്ക് ലഭിച്ചത്? MT വാസുദേവൻ നായർക്ക് ലഭിച്ചത്. അടുത്തത് 2007 അടുത്ത ജ്ഞാനപീഠം 2007 2007 ആർക്കാണ്? ONV ക്കാണ് ലഭിച്ചത്. അവസാനമായി ലഭിച്ച മലയാളിയാണ് അക്കിത്തം. 2019 അക്കിത്തത്തിന് ലഭിച്ചത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഏതൊക്കെ വർഷങ്ങൾ നമ്മൾ പഠിച്ചു? ഇനി എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തു. ഞാൻ ഒരു വട്ടം ഒന്ന് സാധാ പോലെ റിപ്പീറ്റ് ചെയ്തു പോവാ. അപ്പൊ അതിന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്തു. 1965, 1980, 84, 95, 65, 80, 84, 95. ഓക്കെ, 1965, 80, 84, 95, 2007, 2019. ഓക്കെ, ഇനി 1965 ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. 1980 SK പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥക്കാണ് ലഭിച്ചത്. ഒരു ദേശത്തിന്റെ കഥ. അപ്പൊ നോവലിന് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടിനാണ്. മുമ്പ് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നോവലിന് ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത് ആർക്ക്? ആദ്യം പോയിട്ട് കുത്തും ജി ശങ്കരക്കുറുപ്പ്. തെറ്റി. എന്താണ്? നോവലിന് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടിനാണ്. ഒരു ദേശത്തിന്റെ കഥ. അതിൽ ദേശം ഏതാന്ന് ചോദിച്ചാൽ അതിരാണിപ്പാടമാണ്. അതിരാണിപ്പാടം അല്ലെ. ഒരു ദേശത്തിന്റെ കഥയിലെ ദേശം ഏതാന്ന് ചോദിച്ചാൽ അതിരാണിപ്പാടം. പിന്നെ പാതിരാസൂര്യന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ കൃതിയല്ലേ പാതിരാസൂര്യന്റെ നാട്ടിൽ. പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന നാട് ഏതാ? അത് നോർവേ ആണ് കേട്ടോ. പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നത് നോർവേ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാധാനം ലഭിക്കാൻ നോർവേ എന്നാലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് നോർവേ ആണ്. പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. പിന്നെ എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിക്കും. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചത് ആരുടെയാണ്? SK പൊറ്റക്കാടിൻ്റെയാണ്. അപ്പോൾ 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി അല്ലെ. 1984 തകഴി. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ തകഴിയാണ്. കുട്ടനാടിന്റെ കഥാകാരൻ കിട്ടുമല്ലോ. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ തകഴിയാണ് കേട്ടോ. കുട്ടനാടിന്റെ കഥാകാരനാണ് തകഴി. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പ എന്താണ് അറിയപ്പെടുന്നത്? തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഏതാണ്? തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. കേരളത്തിന്റെ ജീവരേഖയാണ് പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ പെരിയാറും തിരുവിതാംകൂറിന്റെ ജീവനാഡിയാണ് പമ്പ. പമ്പയുടെ ദാനമാണ് കുട്ടനാട്. കുട്ടനാടിന്റെ കഥാകാരനാണ് തകഴി അല്ലെ. 1984 തകഴി. പിന്നെ 1995 MT. 1995 MT. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാണ് MT. നിള എന്നറിയപ്പെടുന്ന ഏതാണ്? നിള എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ നൈൽ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത്, നിളയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. 1930 വള്ളത്തോൾ നാരായണവർമ്മ സ്ഥാപിച്ചാണ്. വള്ളത്തോളിലാണ് സ്ഥാപിച്ചത്. 1930 1930. ഓക്കെ, 30. അപ്പൊ 1995. പിന്നെ ഏതാ പഠിക്കാനുള്ളത്? 2007 2007 ആർക്കാണ് ലഭിച്ചത്? 2007 ആർക്കാണ് ലഭിച്ചത്? ONV. ONVക്കാണ് 2007 ലഭിച്ചത്. പിന്നെ 2019
അക്കിത്തം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെയാണ്? അക്കിത്തത്തിന്റെ വരികളാണ് അല്ലെ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം അക്കിത്തത്തിന്റെ വരികളാണ്. പിന്നെന്താണ്? വാ കുരുവി വരു കുരുവി വാഴക്കൈമേൽ ഇരികുരുവി. ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. വാ കുരുവി വരു കുരുവി വാഴക്കൈമേൽ ഇരികുരുവി. ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? വർഷം സെറ്റായല്ലോ. ജ്ഞാനപീഠം ലഭിച്ച വർഷം ഇനി പഠിക്കൂലല്ലോ. ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയ വർഷം ചോദിച്ചാൽ കിട്ടുമല്ലോ. 1965 ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത്. എപ്പോഴാണ്? 1965. 1965 ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയ വർഷം പഠിക്കണം. 1965 ആദ്യം ലഭിച്ചത് ഒരു മലയാളിക്കാണ്. അത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, അപ്പൊ ജ്ഞാനപീഠം ലഭിച്ച 6 ആൾക്കാർ, ഇനി ഒരു ഡൗട്ടും വരില്ലല്ലോ. ഒരു വട്ടം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ. ജി ശങ്കരക്കുറുപ്പ്, പിന്നെ എസ് കെ പൊറ്റക്കാട്, തകഴി, MT, പിന്നെ ആരാണ്? ONV അക്കിത്തം. ഒന്നുകൂടി എൻ്റെ കൂടെ വാ. 1965 ജി ശങ്കരക്കുറുപ്പ്, 1980 SK പൊറ്റക്കാട്, 1984 തകഴി, 1995 MT, 2007 ONV, 2019 അക്കിത്തം. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MT വാസുദേവൻ നായരാണ്. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? SK പൊറ്റക്കാടാണ്. പിന്നെ എന്താണ്? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ തകഴിയാണ്. ഓക്കെ, ബേപ്പൂർ സുൽത്താൻ ആരാണ്? ബേപ്പൂർ സുൽത്താൻ അത് വൈക്കം മുഹമ്മദ് ബഷീറാണ് അല്ലെ. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ന് പഠിച്ച എത്ര കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി ജ്ഞാനപീഠം എത്ര ചോദ്യം വന്നാലും നിങ്ങൾ മറക്കില്ലല്ലോ. ഓക്കെ, 65, 80, 84, 95, 2007, 2019. അവസാനം ജ്ഞാനപീഠം ലഭിച്ചത് 2019. 2019 അവസാനമായിട്ടൊരു മലയാളിക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. അത് അക്കിത്തത്തിനാണ് അല്ലെ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ഒരുപാട് കേട്ടിട്ടുണ്ടോ? പക്ഷെ അത് ആരുടെയെന്ന് അറിയില്ല. ആരുടെ വാക്കുകളാണ്? അത് അക്കിത്തത്തിൻ്റെയാണ്. വാ കുരുവി വരു കുരുവി വാഴക്കൈമേൽ ഇരികുരുവി. ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ്. കാക്കേ കാക്കേ കൂടെവിടെ പ്രാവേ പ്രാവേ പോകരുത്. ഇതൊക്കെ ആരുടെയാണ്? അത് രണ്ടും ആരുടെയാണ്? ഉള്ളൂരിൻ്റെയാണ്. കാക്കേ കാക്കേ കൂടെവിടെ, ഉള്ളിലാണ് കൂട്. ഓക്കെ, അപ്പൊ കൂടെവിടെ. പിന്നെ പ്രാവേ പ്രാവേ പോകരുതേ, എവിടെ നിന്ന് എങ്ങോട്ട് പോകരുതേ, കൂട്ടിൽ നിന്നും പുറത്തോട്ട് പോകരുതേ. അപ്പൊ കൂട് ഉള്ളിലാണ്. ഉള്ളൂര്, അത് വെച്ച് കണക്ട് ചെയ്യണേ. ഉള്ളൂരാണ്. ഏതാണ്? കാക്കേ കാക്കേ കൂടെവിടെ പ്രാവേ പ്രാവേ പോകരുത്. ഇത് രണ്ടും എഴുതിയത്. ഓക്കെ, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി തിങ്ങി വിങ്ങി മുങ്ങി എപ്പോഴും പറയുന്നതാണ്. അങ്ങ വെച്ച് കണക്ട് ചെയ്താൽ ചങ്ങമ്പുഴനെ നമുക്ക് അവിടെ കിട്ടും അല്ലെ. ചങ്ങമ്പുഴ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ആരുടെയാണ്? അതും ചങ്ങമ്പുഴയാണ്. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴയാണെങ്കിൽ, കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് പരാജയം എന്ന് പറഞ്ഞത് ആരാണ്? കുഞ്ഞുണ്ണി മാഷാണ്. ഓക്കെ, ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിൽ ഇല്ലെന്ന് നിർണയം. അതായത് അത് എഴുത്തച്ഛൻ്റെയാണ് അല്ലേ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിൽ ഇല്ലെന്ന് നിർണയം. ആരും കൂടെ ഉണ്ടാവില്ല. നന്നായിട്ട് പഠിച്ചോ. ആരും കൂടെ ഉണ്ടാവില്ല. നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം നല്ല രീതിയിൽ. അപ്പോൾ നല്ല രീതിയിൽ ജോലി വാങ്ങാൻ നോക്കുക. ആരെങ്കിലും ഇപ്പോൾ മോട്ടറാക്കി വിടുന്നുണ്ട്, നീയൊന്നും പഠിച്ചാൽ കിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും കടന്ന് ഉരസുന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. കാരണം അവരല്ല പഠിക്കുന്നത്, നമ്മളെ പഠിക്കുന്നത്. നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്കറിയാം. കാരണം നമുക്ക് ആദ്യം വേണ്ടത് നമ്മളുടെ ഉള്ളിലൊരു വിശ്വാസമാണ്. നിങ്ങൾക്ക് നിങ്ങളെ നല്ല രീതിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. വേറെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളെ എത്രയൊക്കെ തളർത്താൻ നോക്കിയാലും നിങ്ങളെ ആദ്യം വിശ്വാസം ഉണ്ടാവണം. അവർ തളർത്തുമ്പോൾ അയ്യോ ഇനി എങ്ങാനും എനിക്ക് കിട്ടാതാവോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയാൽ നിങ്ങളെ വിശ്വാസമല്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കും. ഇല്ലേ? ശരിയല്ലേ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പറയുകയാണ് ഞാൻ 2025 തന്നെ ജോലി നേടും അല്ലേ. ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഒക്കെ വരുന്നുണ്ട്. ലാബ് അസിസ്റ്റന്റ് 21-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിൽ നിങ്ങൾ നിശ്ചയിച്ച് വെച്ചിട്ടാണ് ഉള്ളിൽ ഞാൻ ഈ എക്സാമിൽ എന്തായാലും കയറും എന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാതെ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുക്കും. പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടായൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ സമയം കിട്ടുന്നില്ല എന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ ഇതൊക്കെ മാറാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാക്കി. ഈ സമയമൊക്കെ കിട്ടാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ സമയം ചിലപ്പോൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കണം. സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് വെറുതെ കളയുന്നുണ്ടാവും. ഈ സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ യൂട്യൂബിൽ വെറുതെ ആരെങ്കിലും വ്ളോഗ് ചെയ്യുന്നത് നോക്കിയിരിക്കുന്ന നേരം നിങ്ങൾ യൂട്യൂബിൽ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് PSC ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ അടിച്ചു കൊടുത്ത് അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചാൻസുകളുണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാൻസുകൾ ഉണ്ടാക്കിയെടുക്കും. സമയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ആദ്യം നിങ്ങളെ വിശ്വസിക്കുക. ബാക്കിയുള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളവർ എന്തോ പറയട്ടെ, അവർക്ക് പറയാനേ പറ്റുള്ളൂ.
അവരിതൊന്നും ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല. ഓക്കെ, ഈ പറയുന്ന ആളുകളൊന്നും ഈ ഗവൺമെന്റ് ജോലി 3-4 തവണ മേടിച്ച് തന്ന ആളുകളല്ല നിങ്ങളെ വന്ന് തളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇവരെന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ആ നേരത്ത് കുറേ മറുപടി കൊടുക്കാൻ നിന്നിട്ട് കാര്യമില്ല. നിങ്ങളൊന്നും മറുപടി കൊടുക്കാൻ പോകണ്ട. നിങ്ങളുടെ മറുപടി പ്രയത്നത്തിലൂടെ കാണിക്കുക, പ്രവൃത്തിയിലൂടെ കാണിക്കുക. നിങ്ങൾ പ്രയത്നിക്കുക, നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആദ്യം നിങ്ങളൊന്ന് വിശ്വസിച്ച് നോക്ക്, ഞാനിതെന്തായാലും നേടും, 2025 ഞാൻ ജോലി നേടും എന്ന് ആദ്യം എന്നെ ഒന്ന് വിശ്വസിപ്പിച്ച് നോക്ക്. ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഞാൻ 2025 എന്തായാലും ജോലി നേടും. കാരണം പറയേണ്ട കാര്യമില്ല, പറയാനല്ല പറഞ്ഞത്, ഉള്ളിൽ വിശ്വസിക്കുക, എന്തായാലും ജോലി നേടും. അപ്പം നേടണം, അത്ര ആവശ്യമാണ് നിങ്ങൾക്കത്. ഇതിലിപ്പോൾ ഈ എക്സാം എഴുതുന്നതിൽ 80-90% ആളുകൾക്കും ഇത് ചെറിയൊരു ആവശ്യമല്ല, ഇത് ചെറിയൊരു ആഗ്രഹമല്ല, അവർക്ക് എന്തായാലും വേണ്ട ഒരു ആവശ്യമാണിത്. നിർബന്ധമായിട്ടും കിട്ടിയിരിക്കേണ്ടതാണ്. ചെറിയൊരു ആഗ്രഹത്തിന് വേണ്ടി എഴുതുന്നതല്ല, നിർബന്ധമായിട്ട് ഇത് കിട്ടിയ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു ചേഞ്ച് വരും. ആ ചേഞ്ചുകളെ പറ്റി നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ പ്രയത്നിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ കുറേ ചേഞ്ച് വരാണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ കുടുംബം ചിലപ്പോൾ താറുമാറായി കിടക്കിയിരിക്കും, ചിലപ്പോൾ ആകെ അതിൻ്റെ അടിവേര് മൊത്തം ഇളകി കിടക്കുകയും പണത്തിൻ്റെ ഒക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയേ പറ്റും. കുറേ പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുക, ആ പ്രശ്നങ്ങൾ മാറുന്നത് നിങ്ങൾ ചിന്തിക്കുക. ആ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചാൽ ആ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കും. നമ്മളുടെ മൈൻഡ് ഓരോ സമയത്തും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ടാവുക നെഗറ്റീവ് മാത്രമാണ്. ഒരുപാട് ആളുകൾ എഴുതുന്ന എക്സാം അല്ലേ, എനിക്കൊക്കെ കിട്ടുമോ? ഈ ഒരുപാട് ആളുകളും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത് അല്ലേ? ഈ എഴുതുന്ന ഓരോ ആളുകളും ചിന്തിക്കുന്നത്, ഇത്രയും ആളുകൾ എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടുക? നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടും എന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ, വെറുതെ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കിട്ടില്ല. ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. ആ പണിയെടുത്താൽ നിങ്ങൾ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി സമയം നിങ്ങൾ കണ്ടെത്തുക. ആദ്യം നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിൽ ഇല്ലെന്ന് നിർണയം. കഷ്ടകാലം വന്നവർക്ക് മനസ്സിലാവും, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല ഒപ്പം. അപ്പോൾ ഈ കഷ്ടകാലത്തിനെയൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. അത് എഴുത്തച്ഛൻ പറഞ്ഞതാണ്, ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിൽ ഇല്ലെന്ന് നിർണയം. അപ്പോൾ ജ്ഞാനപീഠം സെറ്റായല്ലോ, ഈ കാര്യം സെറ്റല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാട്ടോ. ഏതെങ്കിലും ഭാഗം കിട്ടുന്നില്ല തോന്നിയാൽ ആ ഭാഗം നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്ത് ചിലപ്പോൾ പറഞ്ഞു പോകും. ആ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല തോന്നുകയാണെങ്കിൽ നല്ല രീതിയിൽ അതിനെ റിവൈസ് ചെയ്യാം. ഇന്ത്യ ചൈന അതിർത്തി രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യ ചൈന, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ, ഏതെങ്കിലുമൊക്കെ അറിയോ? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖയല്ലേ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ? അപ്പോൾ അതല്ല അല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖയാണ്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി അല്ല. ഡ്യൂറന്റ് രേഖ ഏതാണ്? ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അല്ലേ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഡ്യൂറന്റ് രേഖയാണ്. അപ്പോൾ ഡ്യൂറന്റ് രേഖയും അല്ല നമ്മുടെ ഉത്തരം. ഓക്കെ, ഡ്യൂറന്റ് രേഖയല്ല. തീൻ ബേഗ കോറിഡോർ, തീൻ ബേഗ, ബാ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും രാജ്യത്തിന്റെ ഒപ്പം അതിർത്തി പങ്കിടുന്നുണ്ടോ? ബാ വെച്ചിട്ട് ബംഗ്ലാദേശ് ഇല്ലേ, ബംഗ്ലാദേശ്. അപ്പോൾ തീൻ ബേഗ കോറിഡോർ അല്ല. ഏതാണ്? മക്മോഹൻ രേഖയാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ഈ ചൈനക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. അപ്പോൾ നമ്മൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം? ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം? മാലിദ്വീപാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ഓക്കെ, മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഇവിടെ ചോദ്യം കൺഫ്യൂഷൻ ചെയ്തു വരും. നമ്മൾ എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്? ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. 9 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഇനി അത് നേരെ ഒന്ന് പറഞ്ഞുതരാം. 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. 9 രാജ്യങ്ങളുമായിട്ടാണ്, 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. അതിൽ കര അതിർത്തി പങ്കിടുന്ന എത്ര രാജ്യമെന്നും കടലതിർത്തി സമുദ്ര അതിർത്തി പങ്കിടുന്നത് എത്ര രാജ്യമായിട്ടാണെന്നും ചോദ്യം വരും. 7 രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ആയതല്ലോ, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ കടലതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏത് അല്ലേ? അല്ലെങ്കിൽ സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യം, ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്ക, പിന്നെ ഏതാണ്? മാലിദ്വീപ്. ഓക്കെ, മാലിദ്വീപ്, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ബാക്കി 7 രാജ്യങ്ങൾ ഏതാണ്? കര അതിർത്തിയാണ് പങ്കിടുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ചൈനയാണ്. നമ്മുടെ സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും ചൈന എത്ര വലിയ രാജ്യമാണ് നമുക്കറിയാം. ഓക്കെ,
അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും വലിയ രാജ്യങ്ങളിൽ പെടുന്നതാണ് ചൈന അല്ലേ. അപ്പോൾ ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന. ഏറ്റവും ചെറുത് ഏതാണ്? മാലിദ്വീപാണ്. നമ്മൾ പറഞ്ഞു മാലിദ്വീപ് സമുദ്ര അതിർത്തി പങ്കിടുന്നതാണ്. അപ്പോൾ അവിടുന്ന് വേറൊരു ചോദ്യം വരില്ലേ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഭൂട്ടാൻ. സാധനം വർക്കില്ല. ഭൂട്ടാൻ. ഓക്കെ, അപ്പോൾ എന്താണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? മാലിദ്വീപാണ്. എന്നാൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഓക്കെ, അപ്പോൾ അതിർത്തി രേഖകൾ ഏതൊക്കെയാണ്? മക്മോഹൻ രേഖ, ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. പിന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഡ്യൂറന്റ് രേഖയാണ്. പിന്നെ തീൻ ബേഗ വെച്ച് കണക്ട് ചെയ്യണം. ബാ വെച്ചിട്ട് എന്താണ്? ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശ് ആണ് തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ. ഓക്കെ, ഇനി ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ ഏതാണ്? പാക് കടലിടുക്കാണ്. കടലിടുക്ക് ഏതാണ്? ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക്. അല്ലെങ്കിൽ വേറൊന്നും കൂടി ചോദിക്കും, ഗൾഫ് ഓഫ് മാന്നാർ. ഇത് ഏതിന്റെയാണ്? ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. ഓക്കെ, ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക്, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവ. ഓക്കെ, പിന്നെ ഇന്ത്യ മാലദ്വീപ് അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യ മാലദ്വീപ് അതിർത്തി രേഖ 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ മാലദ്വീപ് അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. അപ്പോൾ പാക് കടലെടുക്ക് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ. പിന്നെ ഏതാണ്? മക്മോഹൻ രേഖ ഇന്ത്യ ചൈന അതിർത്തി രേഖ. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യ പാകിസ്ഥാൻ, അതാണ് റാഡ്ക്ലിഫ് രേഖ. തീൻ ബേഗ കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. പിന്നെ ഡ്യൂറന്റ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ. ഇനി ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിക്കും. അപ്പൊ നേരെ പോയി ചൈന കുത്തരുത്. ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം അപ്പൊ രാജ്യത്തിന്റെ വലുപ്പമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അത് ചൈനയാണ്. ഓക്കെ, ചൈന അതുകൊണ്ട് തന്നെ കുറേ അതിർത്തി നമ്മളുമായിട്ട് പങ്കിടണമെന്നില്ല. അപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഏറ്റവും വലിയ പേരുള്ള അതിർത്തി രേഖ ഏതാണ്? തീൻ ബേഗ കോറിഡോർ അല്ലെ, തീൻ ബേഗ കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. ഓക്കെ, അപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഓക്കെ, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇനി ഇന്ത്യ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? അത് ഡ്യൂറന്റ് രേഖയാണ്. ഏതാണ്? ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. അപ്പൊ ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? 9 രാജ്യങ്ങളുമായിട്ടാണ്. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്? 7 രാജ്യങ്ങളുമായിട്ടാണ്. സമുദ്ര അതിർത്തി പങ്കിടുന്നത് 2 രാജ്യങ്ങളുമായിട്ടാണ്. അതിന്റെ പേര് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഏതാന്ന് ചോദിച്ചാൽ മാലിദ്വീപാണ്. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽരാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യമാണ് ചൈന. അപ്പൊ എത്ര കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഹായ്, നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിനു മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക. ഇനി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം കഴിഞ്ഞത് എന്ന്? ഇതൊരു കറണ്ട് അഫയറിനായിട്ട് നമുക്ക് ചോദിക്കാനുള്ളതാണ്. കാരണം എന്താണ്? പാർലമെന്റ് ഉദ്ഘാടനം കഴിഞ്ഞ് 2023 ഓക്കെ, 2023 2023. അപ്പൊ ഈ 2020 തെറ്റാണ്.
2020 തെറ്റാണ്. 2023 എന്നാണ്? മെയ് 18 അല്ല, ഓഗസ്റ്റ് 15 അല്ല. ഓഗസ്റ്റ് 15ഉം ഈ ജനുവരി 26 വെറുതെ ഒന്ന് കൺഫ്യൂഷൻ ചെയ്യാൻ തരുന്നതാണ് കേട്ടോ. അത് ആൻസർ വരില്ല എന്നല്ല, നമ്മൾ വെറുതെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ. അതുപോലെ തന്നെ ഓപ്ഷൻ എയും, ഓപ്ഷൻ എ നമുക്ക് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഓപ്ഷനിൽ കൊണ്ടിടും. നമുക്ക് നല്ല ആൻസർ ആണെന്ന് തോന്നുന്ന ഒരു കാര്യം ഓപ്ഷൻ എയിൽ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ എ ശ്രദ്ധിച്ച് വായിച്ച ശേഷം ആൻസർ ചെയ്യുക. ഓപ്ഷൻ എയിൽ ആൻസർ ഉണ്ടാവും ഒരു പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ ഏറ്റവും പറ്റിയ ഓപ്ഷനാണ് ഓപ്ഷൻ എ. അപ്പോൾ 2023 മെയ് 28 ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് ഉദ്ഘാടനം കഴിഞ്ഞത്. ആരാണ് ഉദ്ഘാടനം നടത്തിയത്? നമുക്കറിയാം, അത് നരേന്ദ്രമോദിയാണ്. ഓക്കെ, നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. നരേന്ദ്രമോദിയാണ് ഏതാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത്. 2023 മെയ് 28 പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇനി പുതിയ ഇന്ത്യൻ പാർലമെന്റിന് തറക്കല്ലിട്ടത് എന്നാണ്? തറക്കല്ലിട്ടത് ഞാൻ പറഞ്ഞു, കൺഫ്യൂഷൻ ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോൾ തരും? ഓപ്ഷൻ എയിൽ കൊണ്ടു തരും. ഈ തറക്കല്ലിട്ട ദിവസമാണ് 2020 ഡിസംബർ 10. എന്താണ്? തറക്കല്ലിട്ടതാണ്. എന്താണ്? പുതിയ ഇന്ത്യൻ പാർലമെന്റിന് തറക്കല്ലിട്ട ദിവസം എന്ന് ചോദിച്ചാൽ 2020 ഡിസംബർ 10 ആണ്. 2020 ഡിസംബർ 10 തറക്കല്ലിട്ടത്. ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28. അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാന്ന് നിങ്ങളോട് ചോദിക്കും. അത് ബിമൽ പട്ടേലാണ്. ബിമൽ പട്ടേലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാണ്? ബിമൽ പട്ടേൽ. ബിമൽ പട്ടേൽ. ഇനി വേറൊരു ചോദ്യം വരും, പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ പദ്ധതിയുടെ പേരെന്താന്ന് ചോദിക്കും. ഒരു പദ്ധതി വേണം, ഇത് പണിയാൻ ഒരു പദ്ധതി ഉണ്ടാവില്ല. അതേതാണ്? സെൻട്രൽ വിസ്ത പദ്ധതിയാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് പണിത പദ്ധതി. ഓക്കെ, ഇനി പദ്ധതി ആരെയാണ് ഏൽപ്പിച്ചത്? നിർമ്മാണ ചുമതല ഒരു ടീമിനെ ഏൽപ്പിക്കല്ലോ. നിർമ്മാണ ചുമതല ഒരു ടീമിനെ ഏൽപ്പിക്കും. അതേതാണ്? ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ്. ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കേട്ടോ. ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് പുതിയ പദ്ധതി. ആരെയാണ് ഏൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ നിർമ്മാണ ചുമതല ആരെയാണ് ഏൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ്. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? 2023 എപ്പോഴാണ്? മെയ് 28 ഉദ്ഘാടനം കഴിഞ്ഞത്. 2023 മെയ് 28 നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. എന്നാണ് തറക്കല്ലിട്ടതെന്ന് ചോദിച്ചാൽ 2020 ഡിസംബർ 10. 2020 ഡിസംബർ 10. 2020 ഡിസംബർ 10 ഉദ്ഘാടനം ചെയ്തത്. 2020 ഡിസംബർ 10 ഉദ്ഘാടനം അല്ല, തറക്കല്ലിട്ടത്. തറക്കല്ലിട്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം അല്ല പുറത്തേക്ക് വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം പുറത്തേക്ക് വരില്ല. ചിലപ്പോൾ ഞാൻ പോലും അത് അറിയില്ല. ചിലപ്പോൾ ഞാൻ അടുത്തത് പറഞ്ഞ് അങ്ങനെ പോകും. അപ്പൊ തെറ്റിക്കരുത്. അല്ല, അങ്ങനെ തെറ്റ് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ ഇടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. 2020 ഡിസംബർ 10 നന്നായി അത് ഉദാഹരണം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ആ സമയത്ത് തന്നെ വന്നല്ലോ. അപ്പോൾ 2020 ഡിസംബർ 10 തറക്കല്ലിട്ടത്. തറക്കല്ലിട്ടതാണ് 2020. സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ മതി. ഒരു വട്ടം ഞാൻ 2023 ഒരു ഡേറ്റ് ഇവിടെ പറഞ്ഞു തന്നാണ്. പിന്നെ എന്താ 2023 തന്നെ പിന്നെയും കൊണ്ടിട്ട് തറക്കല്ലിടൂല. അപ്പോൾ 2023 മെയ് 28. കാരണം ചിലർ എങ്ങനെ തെറ്റിക്കാന്ന് ആലോചിച്ച് നടക്കുന്നവരുണ്ട്. നല്ല തെറ്റായത് മാത്രം പഠിച്ചെടുക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ്. അങ്ങനത്തെവർക്ക് അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആട്ടോ, നിങ്ങളുടെ ഭാഗത്തല്ല. ഞാൻ പറയുമ്പോഴുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാം. കമന്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കണം. 2020 ഡിസംബർ 10 തറക്കല്ലിട്ടത്. 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. മറക്കരുത്, നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. പദ്ധതിയുടെ പേര് സെൻട്രൽ വിസ്ത പദ്ധതിയാണ്. സെൻട്രൽ വിസ്ത, സെൻട്രൽ വിസ്ത പദ്ധതി. പിന്നെ ആർക്കാണ് നിർമ്മാണ ചുമതല? ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ്. ഓക്കെ, ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഇനി ആരായിരുന്നു അതിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ അതാവും ചോദ്യം വരിക. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാണ്? ബിമൽ പട്ടേലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി. ഓക്കെ, പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി. ഇനി ലോക്സഭാ ചേംബറുകളുടെ എണ്ണം എഴുതിക്കോ. 888. 888 ലോക്സഭാ ചേംബറുകളുടെ എണ്ണം. അതിൽ എന്തിൻ്റെയാണ്? മയിലിന്റെ ചിത്രമാണ് അല്ലേ ആലേഖനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, മയിലിന്റെ ചിത്രമാണ്. നമ്മുടെ ദേശീയ പക്ഷിയല്ലേ മയിൽ. മയിലിന്റെ ശാസ്ത്രീയ നാമം നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ് അല്ലേ. മയിൽ ആളൊരു പാവമാണെന്ന് ആലോചിച്ചാൽ പോരെ. അപ്പോൾ പാവോ ക്രിസ്റ്റാറ്റസ്. അപ്പോൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണമാണ് 888. ഇനി രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എഴുതിക്കോ. 384. താമര അല്ലേ, നമ്മുടെ ദേശീയ പുഷ്പമാണ് താമര. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്?
നിലംബോ ന്യൂസിഫറ. ഓക്കെ, നിലംബോ ന്യൂസിഫറ. അത് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഒരു കോഡ് പറഞ്ഞുതരാം. നീലത്താമര എന്ന് ആലോചിച്ചാൽ മതി. നിലംബോ. ഓക്കെ, നീലത്താമര, നിലംബോ ന്യൂസിഫറ. കോക്കോസ് ന്യൂസിഫറ, അത് കോക്കനട്ട് ട്രീ ആണ് അല്ലേ. തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കോക്കോസ് ന്യൂസിഫറ. ഓക്കെ, പിന്നെ എന്താണ് ആനയുടെ ശാസ്ത്രീയ നാമം നമുക്കറിയാം, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. അപ്പൊ താമരയാണ് രാജ്യസഭയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, രാജ്യസഭയിൽ ചിത്രം എന്തിൻ്റെയാണ്? താമരയുടെ ചിത്രമാണ്. പിന്നെ എത്ര ചാമ്പറുകളുണ്ട്? 384. ലോക്സഭയിൽ 888. അപ്പോൾ ഒന്നും കൂടി പറയും, 2023 മെയ് 28 എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? അന്ന് രാത്രിയും പകലും ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഒന്നും ആലോചിച്ച് വെക്കരുത് കേട്ടോ. നമുക്ക് മൈൻഡിൽ കുറേ പൊട്ടത്തരങ്ങൾ വരും. കാരണം ഇങ്ങനത്തെയൊക്കെ മീൻസ് വേണ്ടാത്ത ഉത്തരങ്ങൾ പലതും പറയാൻ മൈൻഡിൽ വരും. ഞാൻ പറയുമ്പോൾ എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്തു കേട്ടോ. 2023 മെയ് 28 എന്താണ് സംഭവിച്ചത്? എന്താണ്? പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. നരേന്ദ്രമോദി. ഓക്കെ, ഇനി തറക്കല്ലിട്ട ദിവസം ചോദിച്ചാൽ 2020 ഡിസംബർ 10. 2020 ഡിസംബർ 10 തറക്കല്ലിട്ടത്. പദ്ധതിയുടെ പേര് ഇനി ഒന്ന് പറയട്ടെ. എന്താണ് പദ്ധതിയുടെ പേര്? വേറൊരു പദ്ധതി നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഈ പദ്ധതിയുടെ പേര് പറയും. ഇന്ന് ഒറ്റ പദ്ധതിയെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഏതാണ്? സെൻട്രൽ വിസ്ത പദ്ധതി. സെൻട്രൽ വിസ്ത പദ്ധതിയാണ്. പിന്നെ നിർമ്മാണ ചുമതല ആർക്കായിരുന്നു? ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ശില്പി ആരാണ്? ശില്പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ് ഒരു പക്ഷേ അതാവും. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ബിമൽ പട്ടേൽ. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ബിമൽ പട്ടേലാണ്. ഇനി ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. 2023 സെപ്റ്റംബർ 19. 2023 സെപ്റ്റംബർ 19 ആദ്യ പാർലമെന്റ് വെറുതെ പണിത് വെച്ചാൽ പോരല്ലോ, ആദ്യം ഒരു സമ്മേളനം നടക്കണ്ടേ. അപ്പൊ അത് എന്ന് നടന്നു എന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 19. അപ്പൊ ഏതൊക്കെ ഡേറ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചു? 2020 ഡിസംബർ 10 തറക്കല്ലിട്ടു. 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തു. 2023 സെപ്റ്റംബർ 19. 2023 സെപ്റ്റംബർ 19 എന്തുണ്ടായി? 2023 സെപ്റ്റംബർ 19 ആദ്യ സമ്മേളനം നടന്നു. ഇനി ആദ്യത്തെ ബില്ല്, ആദ്യം അവതരിപ്പിച്ച ബില്ല് ഏതാന്ന് ചോദിച്ചാൽ വനിതാ സംവരണ ബില്ലാണ്. വനിതാ സംവരണ ബില്ലാണ് ആദ്യം അവതരിപ്പിച്ച ബില്ല്. അതിന്റെ മറ്റൊരു പേരല്ലേ നാരി ശക്തി വന്ദൻ അധിനിയം. ഇങ്ങനെയും ചോദ്യം വരും. നാരി ശക്തി വന്ദൻ അധിനിയം എന്തുമായി ബന്ധപ്പെട്ടതാണ്? വനിതാ സംവരണ ബില്ലാണ്. അപ്പൊ ആദ്യത്തെ ബില്ല് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? വനിതാ സംവരണ ബില്ലാണ്. അപ്പൊ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഏകദേശം ക്ലിയർ ആയല്ലോ. ഇനി അതിന്റെ ആകൃതി ചോദിക്കൂട്ടോ. അത് ത്രികോണാകൃതിയാണ്. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ ത്രികോണാകൃതിയാണ്. അപ്പൊ നമുക്ക് ത്രികോണാകൃതി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ കിട്ടും. എന്താണ്? അതിന് 3 കവാടങ്ങളാണ് ഉണ്ടാവുക. എന്താണ്? ത്രികോണാകൃതി അല്ലേ. ത്രികോണാകൃതി. ഓക്കെ, ത്രികോണാകൃതി. ഇവിടെ ഒരു കവാടം ഉണ്ടാവും, ഇവിടെ ഒരു കവാടം ഉണ്ടാവും, പിന്നെ ഇവിടെയും ഒരു കവാടം ഉണ്ടാവും. ഏതൊക്കെയാണ് ആ കവാടങ്ങൾ? 3 കവാടങ്ങളുടെ പേരെപ്പോഴും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന കവാടങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് പ്രധാന കവാടങ്ങൾ? കർമ്മദ്വാർ, ശക്തിദ്വാർ, പിന്നെ ജ്ഞാൻ ദ്വാർ. കർമ്മ ശക്തി ജ്ഞാൻ. ഓക്കെ, അപ്പൊ കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻ ദ്വാർ എന്നതാണ് 3 പ്രധാന കവാടങ്ങൾ. പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ 3 പ്രധാന കവാടങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതാണ്? കർമ്മദ്വാർ, ശക്തിദ്വാർ, ജ്ഞാൻ ദ്വാർ. അപ്പൊ അത് 3 കിട്ടിയല്ലോ. ഇനി ഒരു വട്ടം കൂടി ഡേറ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. 2023 മെയ് 28 ഉദ്ഘാടനം. 2023 സെപ്റ്റംബർ 19 ആദ്യ സമ്മേളനം. 2020 ഡിസംബർ 10 തറക്കല്ലിട്ടത്. അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. 2020 ഡിസംബർ 10 തറക്കല്ലിട്ടത്. അപ്പൊ ഇത്ര കാര്യങ്ങൾ അവിടുന്ന് ക്ലിയർ ആയി. ഡേറ്റ് ആണ് അവിടെ ഏറ്റവും പണിയാവുക. പഠിക്കാൻ ഏറ്റവും നിങ്ങൾക്ക് ടഫ് ഉണ്ടാവുക ചിലപ്പോൾ ഡേറ്റ് ആവും. അപ്പൊ ആ ഡേറ്റ് നമുക്ക് ക്ലിയർ ആയി. പിന്നെ എന്താണ് ഇതിന്റെ പിതാവ് അല്ലെങ്കിൽ ഈ പദ്ധതി ആരാണ് ചെയ്തത്? ഇതിന്റെ ശില്പി ആരാന്നല്ലേ ചോദിക്കുക. അപ്പൊ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി എന്ന് തന്നെ പഠിച്ചു വെച്ചോ. ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ബിമൽ പട്ടേൽ. ബിമൽ പട്ടേലായിരുന്നു പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി. ഓക്കെ, ഇനി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ലോക്സഭാ ചേംബറുകളുടെ എണ്ണം എത്രയാണ്? 888, മറ്റേത് 384. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ ആയി. ആദ്യ ബില്ല് ഏതായിരുന്നു ചോദിച്ചാൽ വനിതാ സംവരണ ബില്ല്. ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ഏറ്റവും കൂടുതൽ ഒരുവട്ട കലാപങ്ങളിൽ ഒരുപക്ഷെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഏതാവും? ഈ ചോദ്യമാവും. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായ കലാപം ഏതാന്ന് ചോദിച്ചാൽ അത് പഴശ്ശി കലാപം. അപ്പൊ അതല്ല ഉത്തരം.
അതിന് മുമ്പ് നടന്നിട്ടുണ്ടല്ലോ. പിന്നെ കേരളത്തിലെ ആദ്യ കലാപം ഏതെന്ന് വെച്ചാൽ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതെന്ന് വെച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹം 1924. പിന്നെ ഇപ്പൊ അങ്ങനെയും ചോദ്യം വരുന്നുണ്ടല്ലോ 1924 ചോദ്യം അങ്ങനെയും വരാറുണ്ട്. കാരണം എന്താ, ഈ വർഷങ്ങളൊക്കെ തന്നിട്ട് ഇതിനെ ഓർഡർ ആക്കാൻ പറയും, അല്ലെങ്കിൽ വർഷങ്ങൾ തരില്ല, ഈ സംഭവങ്ങൾ തന്നിട്ട് ഇതിന് വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കാൻ പറയും. നമുക്ക് അങ്ങനെ ഒന്ന് ഓർഡർ ആക്കി നോക്കിയാലോ. ഇവിടെ ആദ്യം ഇവിടെ ഏതാ വരിക, അഞ്ചുതെങ്ങ് കലാപമാണ് 1697. പിന്നെ ഏതാണ്, ആറ്റിങ്ങൽ കലാപം 1721. പിന്നെ പഴശ്ശി കലാപം 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം. ഓക്കെ, 1793 മുതൽ 1805 വരെ. പിന്നെ വൈക്കം സത്യാഗ്രഹമാണ് ലാസ്റ്റ് വരെ 1924. അപ്പോൾ വർഷങ്ങൾ അവിടെ സെറ്റായല്ലോ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. നമ്മൾ സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോവാണ്. അങ്ങനെ ആലോചിച്ചാൽ പോരെ, സംഘടിച്ച് ആറ്റിലേക്ക് കുളിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇനി അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഴശ്ശി കലാപങ്ങൾ പറഞ്ഞതാണ് അല്ലേ. പഴശ്ശി കലാപം ഓർമ്മ ഉണ്ടാവല്ലോ. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചത് ആരാണ്, തോമസ് ഹാർവേ ബാബർ. തലശ്ശേരി, തലയിൽ മുടി ബാർബർ അല്ലേ, തോമസ് ഹാർവേ ബാബർ, TH ബാബർ എന്നും ഓപ്ഷൻ തരും. അപ്പൊ TH ബാബറാണ് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം പഠിച്ചു. 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയും രണ്ടാം പഴശ്ശി കലാപം. ഇനി രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് തലക്കൽ ചന്തു. ആരാണ്, തലക്കൽ ചന്തു ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. പിന്നെയും ചോദ്യം വരും, രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ്, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന, പിന്നെ നമ്മുടെ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ആർത്തർ വെല്ലസ്ലിയാണ്. അപ്പോൾ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരെന്നുള്ളതിന് ഒരു ചോദ്യം വന്നല്ലോ. ആരാണ്, ആർത്തർ വെല്ലസ്ലിയാണ്. 1815 വാട്ടർലൂ യുദ്ധം നടന്ന വർഷം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 1815. അപ്പോൾ 1721 ആറ്റിങ്ങൽ കലാപം, ആദ്യ സംഘടിത കലാപം. അതിനു മുമ്പ് നമുക്ക് അഞ്ചുതെങ്ങ് കലാപം ഒന്ന് നോക്കാം. 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. എന്തിനാണ് ഈ അഞ്ചുതെങ്ങ് കലാപം നടന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യമായിട്ടൊരു കലാപം നടക്കുകയാണ്. ബ്രിട്ടീഷുകാർ അതിനു മുമ്പേ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ 1697 ഈ കലാപം നടക്കണമെങ്കിൽ എന്തുകൊണ്ട് അതുവരെ കാത്തു നിന്നു? എന്താവും കാരണം? ഈ 1697 അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാർ കുരുമുളകിന്റെ വ്യാപാര കുത്തക പിടിച്ചെടുത്തതാണ്. എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക പിടിച്ചെടുത്തതിനെ തുടർന്ന് ഉണ്ടായതാണ് അഞ്ചുതെങ്ങ് കലാപം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവിടെ ശരിക്കും എന്തുണ്ട്? അതിനു മുമ്പേ ബ്രിട്ടീഷുകാർ അവിടെ വരുന്നുണ്ട്. 1684 ഈ വർഷം ഒന്ന് പഠിച്ചു വെച്ചോ. 1684 ബ്രിട്ടീഷുകാർക്ക് ആറ്റിങ്ങൽ ഉമയമ്മ റാണി, കേട്ടിട്ടുണ്ടോ? ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ഓക്കെ, ആറ്റിങ്ങൽ ഉമയമ്മ റാണി അവിടെ കോട്ട പണിയാനുള്ള അധികാരം നൽകുന്നുണ്ട്. ഓക്കെ, അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകുന്നത് 1684. 1690 ആയപ്പോൾ ഇവർ പണി തുടങ്ങി. ഓക്കെ, അപ്പോൾ പണി തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ ആ വർഷം നിങ്ങൾ പഠിക്കേണ്ട 1690. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വിഷ്വൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1684 ആറ്റിങ്ങൽ ഉമയമ്മ റാണി ഇവർക്ക് അതിനുള്ള അനുമതി നൽകി. 84 95 ആയപ്പോൾ കോട്ടയുടെ പണി കഴിഞ്ഞു. അഞ്ചുതെങ്ങ് ആ പ്രദേശത്ത് ഒരു കോട്ട പണി കഴിപ്പിച്ചിരിക്കുകയാണ്. കോട്ട എന്ന് പറയുമ്പോൾ എത്രത്തോളം വലുപ്പമുണ്ടാവും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. സെർച്ച് ചെയ്യേണ്ട, നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യാനാണ് ഞാൻ അങ്ങനെ കഥ പറഞ്ഞിരുന്നത്. അപ്പോൾ 1695 അവിടെ അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാണ്. കോട്ട പണിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. കോട്ട പണിത് അതിൻ്റെ ചുറ്റും പട്ടാളക്കാരൊക്കെ ഉണ്ടാവും അല്ലേ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാരൊക്കെ നിൽക്കും. അപ്പോൾ അതിലൂടെ സഞ്ചാരത്തിനൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇത് ആർക്ക് പറ്റൂല? ആ ദേശവാസികൾക്ക് ഇത് അത്ര കണ്ട് പറ്റിയിട്ടില്ല. കാരണം എന്താ? അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനൊരു നഷ്ടം പറ്റിയാണ്, ഒരു ഭംഗം പറ്റിയാണ് അവിടെ. അപ്പോൾ 1695 അഞ്ചുതെങ്ങിൽ കോട്ട സ്ഥാപിച്ചത്. അപ്പോൾ അങ്ങനെയും ചോദ്യം വരും, 1695 എന്തുകൊണ്ട് കലാപം ആ സമയത്ത് നടന്നില്ല? അപ്പോൾ അവർക്കൊരു കാരണം ഉണ്ടോ? കാരണം ആരാണ് അനുമതി നൽകിയത്? ഉമയമ്മ റാണിയാണ്. അപ്പോൾ ഇവർക്ക് അവിടെ വേറൊരു ഓപ്ഷൻ അല്ല. ഉമയമ്മ റാണി അനുമതി നൽകിയിട്ടാണ് അവരവിടെ കോട്ട സ്ഥാപിച്ചത്. അപ്പോൾ ഇവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ 1697 ആയപ്പോൾ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ അങ്ങോട്ട് പിടിച്ചെടുക്കും. അപ്പോൾ ഇതാർക്ക് പറ്റൂല? ദേശവാസികൾക്ക് അത്ര പറ്റൂല. അപ്പോൾ ഇവര്
കലി പൂണ്ട് ഇവർ എന്തിന് ഇറങ്ങാണ്? ഇവരൊരു കലാപത്തിന് ഇറങ്ങാണ്. ഇതാണ് പിന്നീട് അഞ്ച് തെങ്ങ് കലാപമായിട്ട് മാറിയത്. അപ്പോൾ അനുമതി നൽകിയത് ആരാ? നിങ്ങൾക്കൊരു ചോദ്യം വരും. അഞ്ച് തെങ്ങിൽ കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയത് ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. ആറ്റിങ്ങൽ റാണിന്നും വരും, ഉമയമ്മ റാണിന്നും വരും. ഓക്കെ, എങ്ങനെയും ഓപ്ഷൻ വന്നാലും നിങ്ങൾക്ക് കിട്ടണം. അതിനാണ് ഒപ്പം പറഞ്ഞത് ആറ്റിങ്ങൽ ഉമയമ്മ റാണി. ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ് ബ്രിട്ടീഷുകാർക്ക് 1684 അനുമതി നൽകിയത്. എപ്പോഴാണ് അനുമതി നൽകിയത്? 1684 കോട്ട പണി കഴിപ്പിച്ചത് 1695. 1695 കോട്ട പണി കഴിപ്പിച്ചത്. 1695. 1697 കലാപം ഉണ്ടാവുന്നത്. കലാപത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രധാന കാരണം എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ കലാപമാണ്. ഇതൊരു കാരണം എങ്ങനെ ആയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം അവിടെ ഒരു കോട്ട പണിതാൽ തന്നെ ആ സ്ഥലക്കാർക്ക് അത് പറ്റൂല. കാരണം പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ മുമ്പിൽ കോട്ട പണിത് വെച്ചിട്ടാണ്. പിന്നെ അത് കൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒക്കെ നഷ്ടപ്പെടുകയാണ്. പക്ഷേ ഒരു കാരണമല്ലല്ലോ. അപ്പൊ കാരണമില്ലാത്തതുകൊണ്ട് ഒരു കലാപമൊന്നും ഉണ്ടായില്ല. പിന്നെ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ തുടർന്നാണ് അഞ്ച് തെങ്ങ് കലാപം ഉണ്ടായത്. അപ്പൊ അഞ്ച് തെങ്ങ് കലാപം ക്ലിയർ ആണല്ലോ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ച് തെങ്ങ് കലാപം. പിന്നെ സംഘടിച്ചുകൊണ്ടൊരു കലാപം ഉണ്ടായി. അതാണ് 1721. അതെന്തിനുണ്ടായെന്ന് പറഞ്ഞുതരാം. ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ് അനുമതി നൽകിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് ആറ്റിങ്ങൽ ഉമയമ്മ റാണിയോട് ഒരു അടുപ്പുണ്ടാവും ഇല്ലേ? അപ്പോൾ എല്ലാ വർഷവും ആറ്റിങ്ങൽ ഉമയമ്മ റാണിക്ക് സമ്മാനങ്ങളുമായിട്ട് ബ്രിട്ടീഷുകാർ അതുവഴി കടന്നു പോകും. എല്ലാ വർഷങ്ങളിലും പോകാറുണ്ട്. ബ്രിട്ടീഷുകാർക്ക് സമ്മാനം കൊടുക്കാൻ പോകും. അപ്പോൾ ഈ ദേശവാസികൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ ദേശവാസികൾ ഇവരോട് പറയാണ്, ഇനി നിങ്ങൾക്ക് സാധാരണ ഇങ്ങനത്തെ ഡീലൊക്കെ ചെയ്യുക. അവിടെ ആ സമയത്ത് പ്രധാനികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് എട്ടുവീട്ടിൽ പിള്ളമാരാണ്. അപ്പോൾ എട്ടുവീട്ടിൽ പിള്ളമാർക്ക് സ്വാഭാവികമായിട്ടും ആറ്റിങ്ങൽ ഉമയമ്മ റാണിയോട് നല്ലൊരു അടുപ്പുണ്ടാവും. അപ്പോൾ ഇവർ പോയിട്ട് പറയുകയാണ്, ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കൊടുത്തു തന്നാൽ മതി, അത് ഞങ്ങൾ കൊടുത്തോളാം. കാരണം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ റാണിയും അത്ര അടുക്കുന്നത് ഈ ദേശവാസികൾക്ക് അത്ര അങ്ങോട്ട് പറ്റണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരിക, ഞങ്ങളത് കൊണ്ടുപോയിട്ട് റാണിയെ ഏൽപ്പിക്കാം എന്നിവർ ആദ്യമേ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർക്ക് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പറയുന്നത് അനുസരിച്ചിട്ടല്ലല്ലോ ബ്രിട്ടീഷുകാർ നിൽക്കാറുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാർ പിന്നെയും എന്ത് ചെയ്തു? റാണിക്കുള്ള സമ്മാനങ്ങളുമായിട്ട് ഒരു പടം അങ്ങോട്ട് ഇറങ്ങി. ആരൊക്കെയാണ്? ഗിഫോർഡാണ് നേതൃത്വം നൽകിയത്. ഗിഫോർഡും പിന്നെ 140 ആളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, SCRTയിൽ 150ഓളം ആളുകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിച്ചോ. അപ്പോൾ 140 ആളുകൾ പ്ലസ് ഗിഫോർഡ്. അപ്പോൾ ഇവരെന്തിന് പോവുകയാണ്? റാണിക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാരറിയും? എട്ടുവീട്ടിൽ പിള്ളമാരറിയും. ഇത് സംഘടിത കലാപമാവാൻ കാരണം എന്താ? കാരണം ഇതിന് നേതൃത്വം നൽകാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ആരാണ്? ഇത് എവിടെ ഇല്ലാത്തൊരു പോയിന്റാണ്, നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ അത് എട്ടുവീട്ടിൽ പിള്ളമാരായിരുന്നു. ഈ എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതാവായിരുന്നു കുടമൻ പിള്ള. ഓക്കെ, അപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ആദ്യം തന്നെ റാണി അവിടെ എന്തിന് അനുമതി നൽകുകയാണ്? കോട്ടക്ക് അനുമതി നൽകി. അപ്പം തന്നെ റാണിയും ഇവരും തമ്മിലൊരു ടച്ച് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാരും റാണിയും തമ്മിൽ ഭയങ്കര അടുപ്പായി. ഈ അടുപ്പം ആർക്ക് പറ്റുന്നില്ല? ആർക്ക്? നമ്മുടെ ദേശവാസികൾക്ക് പറ്റുന്നില്ല. പ്രദേശവാസികൾ പറയുകയാണ്, നിങ്ങൾക്ക് ഇനി സമ്മാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക, ഞങ്ങൾ കൊണ്ടുപോയി റാണിക്ക് കൊടുക്കും. ഓക്കെ, അതായിരുന്നു ഡീല്. പക്ഷേ ഡീല് ആര് അനുസരിച്ചില്ല? ബ്രിട്ടീഷുകാർ അനുസരിച്ചില്ല. ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ പിന്നെയും സമ്മാനം കൊടുക്കാൻ അവർ പോവാണ്. പോകുന്ന വഴിയിലാണ് കലാപം ഉണ്ടായത്. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപം ഉണ്ടാവുന്നത്. 1721 ആറ്റിങ്ങൽ കലാപം. പിന്നെ അവിടുന്ന് ചോദ്യം വരാനുള്ളത്, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, നമുക്കറിയാം അത് ഗിഫോർഡാണ്. ഞാൻ അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. കാരണം എന്താണെന്ന് കിട്ടിയല്ലോ. നിങ്ങൾക്ക് അഥവാ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാൽ അതിൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റാതിരിക്കാനാണ് ഞാൻ കഥ പോലെ അത് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തിനാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആരാണ്? ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. പ്ലസ് എത്ര ആളുകളാണ്? 140 ആളുകളാണ് വധിക്കപ്പെട്ടത്. എന്നാൽ SCRT പോയിന്റ് 150ഓളം ആളുകൾ എന്നാണ്. അപ്പോൾ നിങ്ങൾ 150ഓളം ആൻസർ വരികയാണെങ്കിൽ അതാണ് നിങ്ങൾ കറുപ്പിക്കേണ്ടത്. കാരണം SCRTയിൽ 150ഓളം എന്നാണ്. ശരിക്കും എത്രയാണ്? 140 + 1 ഗിഫോർഡ്. അപ്പോൾ 140 ആളുകളും പിന്നെ ഗിഫോർഡും അങ്ങനെയാണ് പോയിട്ടുള്ളത്. എല്ലാവരെയും വധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ മുഴുവൻ വധിച്ചു. ഈ 141 ആളുകളെയും വധിച്ച് ഇവരുടെ ജഡം എങ്ങോട്ടാണ് എറിഞ്ഞത്? വാമനപുരം നദിയിലേക്കാണ്. വാമനപുരം നദിയിലേക്കാണ് ഇവരുടെ ജഡം എറിഞ്ഞത്. ഓക്കെ, വാമനപുരം നദിയിലേക്കാണ് ഇവരുടെ ജഡം എറിഞ്ഞത്. അപ്പോൾ ഇത്രയും എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ഓക്കെ, ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയത് എട്ടുവീട്ടിൽ പിള്ളമാരാണ്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. എട്ടുവീട്ടിൽ പിള്ളമാരുടെ നേതാവാണ് കുടമൻ പിള്ള. ഇനി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്?
23 വേണാട് ഉടമ്പടി. വർഷം പഠിച്ചു വെച്ചോ, 1723 വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? അലക്സാണ്ടർ ഓം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്നും അലക്സാണ്ടർ ഓം. നമ്മുടെ ഭാഗത്തു നിന്ന് ആരാ? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ആരാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ. ഓക്കെ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് ഒപ്പുവെച്ചത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണേ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാരാന്ന് ചോദ്യം വരാറുണ്ട്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ അത് ഒരു ചോദ്യമായില്ലേ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാരാണ്. പിന്നെ അതുപോലെ തന്നെ വിഷ്ണുവിന്റെ അവതാരമാണ് താൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് എന്ത് പറഞ്ഞത്? വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചതാരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. ഇവിടെ എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. 1723 അയ്യോ 1720 ഒന്നുമില്ല 1723 1723 ഒന്ന് ഓർത്ത് വെക്കേ. സോറി, ഇത് വർക്ക് ചെയ്യുന്നില്ല. 1723 ഏത്? വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാന്ന് ചോദ്യം വന്നാൽ അത് വേണാട് ഉടമ്പടിയാണ്. പിന്നെ ഒരു ചോദ്യം വരുമല്ലോ, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദ്യം വരില്ല. ശ്രീരംഗപട്ടണം ഉടമ്പടി അല്ലേ? ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ആരാണ് ഒപ്പുവെച്ചത്? അത് മാർത്താണ്ഡവർമ്മയാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 വേണാട് ഉടമ്പടി 1723 അഞ്ചുതെങ്ങ് കലാപം 1697 അല്ലേ? 1697 അഞ്ചുതെങ്ങ് കലാപം. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുമതി നൽകിയത് ആരാന്ന് വെച്ചാൽ 1684 ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. കോട്ട പണി കഴിപ്പിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ 1695 കലാപം നടന്നത് 1697 ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആരായിരുന്നു നേതൃത്വം നൽകിയത്? എട്ടുവീട്ടിൽ പിള്ളമാരാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ അത് ഗിഫോർഡാണ്. എവിടെയാണ് അവരുടെ ജഡം എവിടേക്കാണ് വലിച്ചെറിഞ്ഞത്? അവരുടെയൊക്കെ ബോഡി എവിടേക്കാണ് വലിച്ചെറിഞ്ഞതെന്ന് ചോദിച്ചാൽ വാമനപുരം നദിയിലേക്കാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഇത്ര കാര്യങ്ങൾ സെറ്റ് അല്ലേ? അപ്പൊ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ഫോൾട്ടുകൾ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ഓരോ എക്സാമുകളും അറ്റൻഡ് ചെയ്ത് നോക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾക്ക് ഫോൾട്ട് വരുന്നത്. ആ ഭാഗം എനിക്ക് ടഫ് ആയതുകൊണ്ട് ഞാൻ ഇനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. നല്ല രീതിയിൽ തന്നെ ടഫായ ഭാഗങ്ങൾ കൂടുതൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയ ഭാഗങ്ങളും ടഫായ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചെടുക്കുന്നതും കൂടി കൂട്ടിയാൽ നിങ്ങളുടെ എക്സാം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതിയിട്ട് വരാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എക്സാമിന് മുമ്പ് തന്നെ ഇത് എക്സാമിന്റെ സമയമാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനമല്ല, ഇനിയും ആ ഭാഗം കൂടി ഒന്ന് പഠിച്ച് നോക്കാമെന്ന്. ആ സമയമാകുമ്പോഴല്ല നിങ്ങൾ ഈ തീരുമാനം എടുക്കേണ്ടത്. നേരത്തെ തന്നെ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. ടഫായ ഭാഗങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഫോൾട്ട് പറ്റുന്നതെന്ന് കണ്ടുപിടിക്കുക. ആ ഭാഗങ്ങൾ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്ത് നല്ലൊരു റാങ്ക് തന്നെ നേടാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. എക്സാമിന് മുമ്പൊക്കെ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസമൊക്കെ മാറ്റി വെച്ച് റിവിഷനായിട്ട് മാത്രം മാറ്റി വെക്കുക. ആദ്യം നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ പെർഫെക്റ്റ് ആയാലേ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിലും പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആവണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.